ഒറ്റയ്ക്കൊരു ഡ്രോണല്ല, ഒരു കൂട്ടമായിട്ട് ഒരു കൂട്ടം ഡ്രോണുകൾ വന്ന് ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച് പറഞ്ഞാലോ. സംഘമായി കൂട്ടത്തോടെ വന്ന് ശത്രുവിനെ തുരത്താൻ ഇനി ഭാരതത്തിന് സ്വാം ഡ്രോണുകൾ. ഇതിനെ ഈ കൂട്ടത്തോടെ സ്വാം ഡ്രോണുകൾ എന്ന് വിളിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരു വെട്ടുകിളികളോടൊക്കെയാണ് ഈ സ്വാം ഡ്രോണുകളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൂട്ടത്തോടെ ഈച്ച, തേനീച്ചയൊക്കെ ഇരമ്പി വരില്ലേ, അതുപോലെ ഈച്ച ആർക്കുന്നത് പോലെയാണ് ഇവ വരിക. ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. ശേഷ്നാഗ് 150 എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ഡ്രോൺ ഇപ്പോൾ ഹീറോ ആവുകയാണ്. 1000 തലകളുള്ള ഉഗ്രസർപ്പമാണ് ശേഷ്നാഗ്. അങ്ങനെ തന്നെ ഈ ഡ്രോണിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയുടെ ഈ ഡ്രോണിന് ശേഷ്നാഗ് എന്ന പേര് നൽകിയതും ഉചിതമായി തന്നെയാണ് വിലയിരുത്തുന്നത്. പുരാണത്തിൽ 1000 തലകളുള്ള ഉഗ്രവിഷമുള്ള വിശുദ്ധ സർപ്പമാണ് ശേഷ്നാഗ്. ക്ഷീരസാഗരത്തിൽ മഹാവിഷ്ണു ശയിക്കുന്ന സർപ്പമാണ് ശേഷ്നാഗ് എന്ന അനന്തൻ എന്ന സർപ്പം. അതായത് ഒരു തലയിൽ 1000 തലകൾ ഒരേ സമയം ശത്രുവിനെതിരെ പ്രവർത്തിക്കുകയാണ് ശേഷ്നാഗ് 150 സ്വാം ഡ്രോണിലൂടെ. ശേഷ്നാഗ് 150യെ ഒരു ചാവേ ഡ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം. ശത്രുപാളയത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരില്ല. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ പറന്നിറങ്ങി സ്ഫോടനം നടത്തിയ ശേഷം അവ ഇല്ലാതാകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ചാവേ ഡ്രോൺ എന്ന് വിളിക്കുന്നത്. ശേഷ്നാഗ് 150 ആദ്യം പുറത്തുവിട്ടത് റിയാദിലെ വേൾഡ് ഡിഫൻസ് ഷോ 2026 സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന വേൾഡ് ഡിഫൻസ് ഷോ 2026 വെച്ചാണ് ശേഷ്നാഗ് ആദ്യമായി പ്രദർശിപ്പിച്ചത്. ഇന്ത്യൻ സ്വകാര്യ കമ്പനിയായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് ആണ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ്. ശത്രു റഡാറുകളിൽ പെടാതെ പതുങ്ങിയിരിക്കാൻ ശേഷിയുള്ളതിനാൽ ഇതിനെ ലോയിറ്ററിംഗ് മ്യൂണിഷൻ എന്നും വിളിക്കാറുണ്ട്. മിസൈൽ ചെയ്യുന്നതെല്ലാം ചെയ്യുന്ന ഒന്നാണ് ഈ സ്വാം ഡ്രോൺ. എന്നാൽ മിസൈലിനേക്കാൾ 100-1 ചിലവ് മാത്രം മതി എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഒരു സ്വാം ഡ്രോൺ ആയ ശേഷ്നാഗ് 150 ഒറ്റയ്ക്കല്ല, കൂട്ടത്തോടെയാണ് ശത്രുപാളയം ലക്ഷ്യമാക്കി പറക്കുക. 1000 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ളതാണ് ശേഷ്നാഗ് 150 ഡ്രോണുകൾ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ മിസൈലുകൾ ചെയ്യുന്ന ജോലികളെല്ലാം ചെയ്യും എന്നതിനാൽ മിസൈൽ നിർമ്മിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഡിമാൻഡുള്ള ഒരു ഡ്രോണാണ്. ഒരു മിസൈലിന്റെ വില ഡ്രോണിന്റെ വിലയേക്കാൾ 40 മുതൽ 100 മടങ്ങ് വരെ അധികമാണ്. ശേഷ്നാഗ് 150 എന്ന സ്വാം ഡ്രോൺ കൂട്ടത്തോടെയാണ് പറന്നു ചെല്ലുക. ഒരേ സമയം വിവിധ ലക്ഷ്യങ്ങൾ തകർക്കുന്നത് എങ്ങനെയെന്ന് പറയാം. സംഘത്തിൽപ്പെട്ട ചില ഡ്രോണുകൾ ശത്രുവിന്റെ റഡാറുകളെ നിർവീര്യമാക്കും. അതേസമയം മറ്റു ചിലവ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കും. ഇനി വേറെ ചിലത് കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ ചെന്ന് സ്ഫോടനമുണ്ടാക്കും. 25 മുതൽ 40 കിലോ വരെ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുണ്ട് ശേഷ്നാഗിന്. 5 മണിക്കൂർ തുടർച്ചയായി പറക്കും. പട്ടാളക്കാർക്ക് ആക്രമണ തന്ത്രങ്ങൾ അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ശത്രുവിന്റെ കമാൻഡ് സെന്ററുകൾ, എയർഫീൽഡുകൾ, ആയുധപ്പുരകൾ എന്നിവ മിസൈലുകൾ ഉപയോഗിക്കാതെ തന്നെ തകർക്കാൻ ശേഷ്നാഗ് 150ക്ക് സാധിക്കും. വെറും ഒരു ഡ്രോൺ എന്നതിൽ ഉപരി ഒരു കൊളാബറേറ്റീവ് അറ്റാക്ക് എക്കോ സിസ്റ്റമായിട്ടാണ് ശേഷ്നാഗ് 150യെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൂട്ടം ഡ്രോണുകൾ ഒരേ സമയം ശത്രുപാളയത്തിലേക്ക് ഇരച്ചു കയറുകയും വിവിധ ലക്ഷ്യങ്ങൾ ഒരേ സമയം തകർക്കുകയും ചെയ്യും. ഇതിൽ ചില ഡ്രോണുകൾ ശത്രുവിന്റെ റഡാറുകളെ വഴിതിരിച്ചുവിടാൻ സഹായിക്കുമ്പോൾ മറ്റു ചിലത് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ബാക്കിയുള്ളത് സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യും. 25 മുതൽ 40 കിലോ വരെ ഭാരമുള്ള യുദ്ധശേഖരം വഹിക്കാൻ കഴിവുള്ള ഈ ഡ്രോണിന് ഏകദേശം 5 മണിക്കൂർ തുടർച്ചയായി പറക്കാൻ സാധിക്കും. ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അപ്രസക്തമാക്കാൻ ശേഷിയുള്ള നെറ്റ്വർക്ക് അറ്റാക്ക് രീതിയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.